അങ്ങനെയായ ഈ അച്ഛനപ്പത്തിനെ മനസ്സിലായോ? അച്ഛനപ്പത്തിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമുള്ള കേട്ടോ, ഞാൻ വന്നിട്ടുള്ള എന്നോട് വലിയ സ്നേഹം കാണിക്കുന്ന ഒരു അച്ഛനപ്പത്തിനാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എവിടെ കണ്ടാലും മറക്കില്ല കേട്ടോ. അച്ഛൻ ഡാൻസിൻ്റെ പ്രവർത്തകരെ, ഡാൻസിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പള്ളിയിൽ ഒരു അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി അടക്കുന്നതായിട്ട് വന്ന് ഉച്ച കഴിക്കാറുള്ളത്. രാവിലെ ഒരു ചേട്ടായിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ അടക്കം വെച്ചു. അടക്കം കഴിക്കാൻ ഓടി വരികയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങൾ പോകുന്നത് വഴി ഞാൻ ഇവിടെ കാണും ഇല്ലേ? കാണിക്കട്ടോ, ഇത്രയുള്ള ഉറപ്പ് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നാൽ നിങ്ങൾ വന്ന് ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കാണ് ആ മുറിയിൽ വന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാനത് പരിഹരിച്ചു തന്നോളാം. നിങ്ങൾ എന്തെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം പഠിക്കാനാണ്. ലിമിറ്റഡ് ഫെസിലിറ്റീസിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിങ്ങളാണെങ്കിലും പാത്രം തിന്നിട്ട് കഴുകുമോ? ചിലപ്പോൾ കഴിയുമ്പോൾ എല്ലാവരും കഴുകുമോ? മമ്മിയായിരിക്കും ഇല്ലേ? മമ്മിയായിരിക്കും കഴുകുന്നത് ഇല്ലേ? അതുപോലെ നിങ്ങൾക്ക് കിടക്കാന് നല്ല മെച്ചമുള്ള കാട്ടുകളുണ്ട് അല്ലേ? കുളിക്കാനൊക്കെ നല്ല ബാത്റൂം, പേഴ്സണൽ റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ അതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നതാണ്. പക്ഷേ ഇത് കൊടുക്കാത്തതായ കുറേ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഒന്ന് പരിശീലിക്കുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഒരു അവസരം. അപ്പോൾ within a limited facility we can get to more enjoyment. എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും? അപ്പം ആരും കൂട്ടുകാരില്ല. ഒന്നോ രണ്ടോ പേരൊക്കെ ഒരു പള്ളിയിൽ നിന്ന് വന്നവരൊക്കെ കൂട്ടുകാരൊക്കെ അല്ലേ? നമ്മളാരും കണ്ടിട്ടില്ല അല്ലേ? പക്ഷേ ഇത് നമ്മുടെ ക്യാമ്പൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്താണ്? എല്ലാവരും ഒരു ഫാമിലിയാണ് അല്ലേ? നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെ സന്തോഷിക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ വോളണ്ടിയേഴ്സൊക്കെ പറയും, ഇത് നിങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല, താഴെ മാറിയിട്ട് പായ കിടന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി കട്ടിലേ ഉള്ളൂ, മറ്റേ ഞാൻ അതിന്റെ കട്ടത് മാറിയിട്ട് ബാധിപ്പിക്കുമോ? നമ്മളിതിനാ വന്നേ മെത്തെ കട്ടിലുമില്ലാതെ ജീവിക്കുന്നതായ ആളുകൾ, കുഞ്ഞുങ്ങൾ ഈ ലോകത്തുള്ളത് കൊണ്ട് അവരോട് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ടു ദി പൂർ പീപ്പിൾ, പൂർ ചിൽഡ്രൻ. Those children are also your brothers and sisters. അല്ലേ? So we are going to identify with them. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷം കിട്ടുക. ഇതെന്തോ നിങ്ങൾ പഠിപ്പിക്കുന്നത് അറിയാമോ? എവിടെ ചെന്നാലും നമുക്ക് ജീവിക്കാം. എവിടെ ചെന്നാലും somebody are staying in the hostel. You have a school with a hostel. ആ ഹോസ്റ്റലിൽ നല്ല സൗകര്യങ്ങളുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ പരിശീലിക്കാം. എന്തിനു പരിശീലിക്കുന്നു? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുക. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളായിരിക്കും. നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. എന്താണ്? I am experienced in the camp. അല്ലേ? നമ്മൾ ഈ ക്യാമ്പില് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഒരു പ്രശ്നം അവിടെ കിടക്കണോ, അവിടെ കിടക്കാം, അവിടെ കിടക്കണോ, അവിടെ കിടക്കാം, മറ്റേ കിടക്കണോ, മറ്റേ കിടക്കാം. ഇതൊക്കെ നമ്മളെ പരിശീലിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവം. ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നാലും നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മൾ പഠിക്കുക. അത് നമ്മൾ കിടക്കുമ്പോൾ പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ പറയും, എനിക്ക് ആ കൂട്ടാൻ വേണ്ട, ഈ കൂട്ടാൻ വേണ്ട, മീൻ എഴുതിക്കൊള്ള മീന്
അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ മൂത്ത് പോയി നമുക്ക് കംപ്ലൈൻറ്റ് പറയും. ഇവിടെ എന്തോ ആയാലും എന്താണ് ഹാപ്പി അല്ലേ? നമ്മൾ ഹാപ്പി അല്ലേ? ഞാനെങ്ങനെയാണ് ഞാൻ വടക്കേറ്റിയിൽ പോയി വടക്കി നമ്മുടെ സ്ഥലത്ത് ജോലിയിലാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാടൊക്കെ വലിയ കമാറൊക്കെ കിടന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അന്ന് ആ കാട്ടിൽ പുലിയാണ്. അപ്പം വില്ലേജുകാർ പറഞ്ഞു വളരെ പോകല്ല, ഇനി തിരിച്ചു പോയാൽ പുലി വന്ന് പിടിക്കും, അതുകൊണ്ട് ഇവിടെ കിടക്കാം. അപ്പോൾ ഇവിടെ കിടക്കാൻ സ്ഥലത്തെന്നറിയാവും ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ കിടക്കേണ്ടി വന്നത്. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു മെത്തമുണ്ട്. എന്താണെന്നറിയാമോ? വലിയൊരു ചാക്കിനകത്ത് കച്ചി നിറച്ചിട്ട് ഈ ചാക്ക് കൊണ്ട് നിലത്തി പിടിച്ചു. വിഷയത്തിൽ ഇതേ കാലം വളരാൻ ഭക്ഷ്യത്തില്ല. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ അവിടുത്തെ വില്ലേജുകാരുടെ ഒരു കുടുക്കുന്ന ഒരു കല്ലി തന്നു. അതിൻ്റെ മണ്ടേ വീട്ടിൽ കിടന്നുറങ്ങി. അവിടെ നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങി. എന്താണെന്നറിയാമോ? ഞാൻ നമ്മുടെ ഈ അധ്യക്ഷത്തിലൂടെ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് പോയി ഇതുപോലുള്ള പരിമിതമായ ലിമിറ്റഡ് ഫെസിലിറ്റീസ് മോർ എൻജോയ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് എവിടെ ചെന്നാലും ഒരു പ്രശ്നമില്ല. ആ ഒരു കേപ്പബിലിറ്റി ഈ ക്യാമ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേടിയിരിക്കണം. ഇനി നമ്മുടെ ചിന്താവിഷയം അച്ഛനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു? ഒന്നെല്ലാവരും കണ്ണ വെച്ച് എല്ലാവരും 4 മാസം കണ്ണു പറയുന്നത്. ഒരു മിനിറ്റ് കണ്ണ വെച്ചിരിക്കുന്നത്. നീ കണ്ണു പറഞ്ഞു എന്നെ കണ്ടോ? നിങ്ങൾ കണ്ണ വെച്ചിരുന്നപ്പോഴത്തെ കണ്ടായിരുന്നോ? ഈ പെണ്ണിനെ കണ്ടായിരുന്നു? ആ പെണ്ണിനെ കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ? ഇല്ല. എല്ലാം അന്ധകാരമല്ലേ? ഇത് ഈ വെളിച്ചം ആരാ നമുക്ക് തന്നെ? ദൈവമാണ്. ഇല്ലയോ? ദൈവം എന്തോ പറഞ്ഞു? ഞാൻ ലോകത്തിന്റെ I am the light of the world. ആ ദൈവം നമ്മളെ പ്രകാശിപ്പിച്ചിരിക്കാം. നമുക്ക് ഈ ഫിസിക്കലായിട്ടുള്ള ഐസൈറ്റ് അല്ലാതെ ഓരോ ഐസൈറ്റ് ഉണ്ട്. എന്താ പറയുക? ഇന്നർ ഐസൈറ്റ്. അത് എന്തിന്റെ സഹായത്തോടെ നമ്മൾ നേടുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അല്ലേ? പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് ഇന്നർ സൈറ്റ് അല്ലേ, ആന്തരിക നമ്മുടെ കണ്ണുകൾ പ്രകാശിതമാണ് അല്ലേ? അത് ദൈവം നമുക്ക് തന്നതാണ്. അത് പ്രകാശിപ്പിക്കുക. ഇവിടെ മറ്റുള്ളവരുടെ മുമ്പാകെ. മറ്റുള്ളവരുടെ മുമ്പാകെ പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടിൽ നിങ്ങൾ നല്ലവരായിരിക്കും. കാരണം ഞാൻ തല്ലുമോ അടിക്കുമോ എന്നുള്ളത് നിങ്ങൾ പേടിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ വലിയ ഭവ്യതയായിരിക്കും അല്ലേ? ഈ അച്ഛനവരെ കാണുമ്പോഴും ടീച്ചറൊക്കെ പാസ്സാക്കി ഞങ്ങളൊന്ന് പോളിഷ് ചെയ്തൊക്കെ പോകും. പക്ഷെ നിങ്ങൾ പരസ്പരം കാണുമ്പോഴോ അവനെ അല്ലെങ്കിൽ ഒരു പിച്ച് ഇത് നമ്മുടെ കയ്യിലുണ്ടാകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രകാശം മറ്റുള്ളവരെ പ്രകാശിക്കുന്നു. ക്യാമ്പ് കഴിയുന്നവർ ഒരു കംപ്ലൈന്റും ഇവിടുത്തെ സംഘാടകർക്ക് നിങ്ങളിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. അവൻ എന്നെ അയച്ചു, അവൻ എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ തെറ്റായ വാക്കുകൾ പറയുന്നത് നമ്മുടെ സ്വഭാവമേ അല്ല. ആ കംപ്ലൈന്റേ വരാൻ പാടില്ല. എല്ലാവരും കൂടെ നല്ല സ്നേഹത്തോടെ ജീവിക്കണം. എല്ലാവരും എന്താ സമയോ പോകുന്ന അഥവാ ഒരാളെ നോക്കിയ പാത്രം കഴുകാൻ പോകുമ്പോഴായിരിക്കും അവൻ നമ്മൾ കണ്ണി മറക്കിച്ച് അവന്റെ പാത്രം കഴുകിച്ച് പെട്ടെന്ന് പോകും. ഞാൻ പിന്നെ കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ പ്രശ്നമുണ്ടോ? അവിടെയാണ് നമ്മുടെ പ്രകാശം ആ മറ്റുള്ളവരുടെ മുമ്പാകെ. അപ്പൊ അവരെ കുറ്റബോധം, അയ്യോ ഞാൻ അവനെ തെളിയത് തെറ്റായിരുന്നു. അതിന് അവൻ തെളിയപ്പം നമ്മൾ കഴിച്ച് നമ്മുടെ പാത്രം കഴിച്ച് പോയാലോ നമ്മുടെ പ്രകാശിക്കോ? മറ്റുള്ളവരുണ്ടാവും പ്രകാശിക്കോ? ഇതൊക്കെ ഈ ചെറുതായ കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പഠിക്കുന്നതായ ഒരു ദിവസങ്ങളാണ് 3-4 ദിവസങ്ങൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ
ഭവനത്തില് ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് വെള്ളിയാഴ്ചകൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മളെന്താണ് സഹോദരങ്ങളും സഹോദരികളും. ഈ സാറുമാരൊക്കെ അപ്പച്ചനും ഉമ്മച്ചിമാരും അല്ലേ? നമ്മുടെ കുടുംബമാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. എല്ലാവരും അങ്ങനെ കാണുമോ? ഇങ്ങനെ നിങ്ങളുടെ സ്നേഹത്തിൽ ഇവിടെ വരുന്നതായ കാര്യങ്ങളൊക്കെ പ്രതിയാക്കി പഠിച്ച് പിന്നെ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യം എന്താണ്? പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്താ? കൃത്യനിഷ്ഠ ഇല്ലേ? അത് വളരെ നിങ്ങളെ അതിന് നിങ്ങളെ എന്നെ തോന്നിക്കണം. ഞാൻ നോക്കും നിങ്ങൾ പഞ്ചായത്തിലുള്ള ഇടയ്ക്കൊക്കെ ഞാൻ അവരൊന്നും മിണ്ടത്തില്ല. പക്ഷെ നോക്കും പഞ്ചായത്തുകൾ മാറ്റി അടിക്കുമ്പോ എന്താണ് നമുക്കൊരു പ്രിൻസിപ്പലുണ്ട്. പ്ലേ വൈൽ പ്ലേ ഇല്ലേ? ഈറ്റ് വൈൽ ഈറ്റ്. ഇവിടെ ഭക്ഷണത്തിന് മാറ്റിയിരിക്കുന്നവരെ കഴിച്ചാലോ? പഞ്ചായത്തിയാലോ ആയോ? പ്രാർത്ഥന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയാൽ പഞ്ചായത്തിയാലോ? ഇല്ല. അവിടെ പഞ്ചുകാരി ഇവിടുത്തെ നിങ്ങളുടെ നോട്ടീസിലാണ് നിങ്ങൾ ടൈമൊക്കെ തന്നിട്ടുണ്ട്. ആ ടൈം നോക്കിയിട്ട് ചിലപ്പോൾ താമസിച്ചായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ നിങ്ങൾ കഴിച്ചിട്ട് ആരെയും ശല്യം ചെയ്യാതെ നമ്മൾ നമുക്ക് സ്നേഹത്തോടുകൂടി മാത്രം കഴിഞ്ഞിട്ട് വിത്തിൻ ദ ടൈം യു മസ്റ്റ് ബി ഇൻ യുവർ സീറ്റ്. നിങ്ങളൊരുത്തേക്ക് നമ്മുടെ ക്യാമ്പ് വളരെ അനുഗ്രഹകരമായി. ഞാൻ നോക്കും നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് ഞാനൊന്നും ഇരിക്കുന്നത് എനിക്ക് കാണണം. എന്നെ തോപ്പിക്കുമോ അതോ ഞാൻ ജയിക്കുമോ? ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ തോപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തോപ്പിക്കുമോ? ആർക്കും അനുഭവമില്ലല്ലോ. വളരെ പറഞ്ഞേ പ്രഭാഷണങ്ങൾ തോന്നിക്കുന്നത്. ഞാൻ നോക്കട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെല്ലാം നോക്കേ. നമ്മുടെ പഞ്ച്വാലിറ്റി, നമ്മുടെ സ്നേഹം, ഇതെല്ലാം ഭംഗിയായിട്ടുണ്ടാകും ആയിരിക്കണം. ഇതിൽ കൂടുതൽ സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ അപ്പച്ചൻ സ്ഥാപിച്ച അസാധ്യതയെ കണ്ടിട്ടുള്ളവരെ സാധ്യതയെ കണ്ടിട്ടുള്ളവർ അപ്പച്ചനെ ഈ അപ്പച്ചന് എന്നുള്ള ഈ ഫോട്ടോയില് ഈ അപ്പച്ചനെ തിരിശേഷിപ്പായിരിക്കുന്ന ഈ അപ്പച്ചനാണ് ഈ സ്ഥാപനം തുടങ്ങി. എന്തിനു വേണ്ടി? നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി, അവരുടെ പാവപ്പെട്ടവരായ കുഞ്ഞുങ്ങളെ മിടുക്കരായി ഒഴിവാൻ വേണ്ടി അവർക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണിത്. ഇന്ന് ഈ അപ്പച്ചനെ സന്തോഷിക്കുന്നവരോ ഈ സ്ഥാപനത്തിൽ ഇത്രയും കുഞ്ഞുങ്ങൾ ഇന്നവര് ഒരു അപ്പച്ചനുണ്ട്, നമ്മുടെ സത്യസത്യങ്ങളുണ്ട്. അപ്പച്ചൻ ഇന്ന് ഭയങ്കരമായി സന്തോഷിക്കുക. അപ്പച്ചൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. എന്നെക്കാട്ടിൽ വലിയ സ്നേഹമുള്ള അപ്പച്ചനുണ്ട്. ഈ അതിനെക്കാട്ടിലും കുഞ്ഞുങ്ങളോട് സ്നേഹമായിരുന്നു. നിങ്ങൾ എല്ലാവരും മണിയിരുത്തി പാട്ടൊക്കെ പാടിച്ച് കൈയൊക്കെ കൂട്ടിച്ച് നിങ്ങൾ എല്ലാവരും കൈയെടുത്തില്ല. പല സ്നേഹമുള്ള അപ്പച്ചനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് കൂടിയപ്പോഴത്തേക്ക് ഈ അപ്പച്ചന് വലിയ സന്തോഷം. അപ്പച്ചൻ സ്ഥാപിച്ചതാണ് ഈ ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ഇത്: പ്രാർത്ഥിക്കുക, പഠിക്കുക, എന്നാണ് ജീവിതം പരിശീലിക്കുക. അത് 3 നിങ്ങൾ നോട്ടമെടുക്കണം. ഈ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ അനുഭവം ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹിക്കട്ടെ. നല്ല കുഞ്ഞുങ്ങളായി നല്ലൊരു ക്യാമ്പായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മളിവിടെ ഒന്നിച്ച് ജീവിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ഉണ്ടായാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനത് പരിഹരിച്ച് തന്നോളാം കേട്ടോ. പിന്നെ ഈ നമ്മൾ വീട്ടുകാരൊക്കെ മാറണം. മമ്മിയും പപ്പയൊക്കെ മാറും. നമ്മളെന്താണ് ഈ സെന്റ് പോൾസ് കുടുംബത്തിലെ അംഗങ്ങളായി 4 ദിവസം ജീവിക്കാം. അല്ലേ? ചിലർക്കൊക്കെ വീട്ടിൽ അതുകൊണ്ട് വിഷമം കാണും. മമ്മിയെ കണ്ടില്ല, പപ്പയെ കണ്ടില്ല, പപ്പ ഫോൺ ചെയ്തില്ല, മമ്മി ഫോൺ ചെയ്തില്ല. അതൊന്നും വിഷമിക്കണ്ട. നിങ്ങളുടെ പപ്പായും മമ്മിമാരുണ്ട്, പപ്പാമാരും ഞങ്ങളുണ്ട്. എന്ത് വേണമെങ്കിൽ ഞങ്ങളോട് പറയാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഒന്നിച്ച് നാളെ ഭാഷയിൽ പഠിത്തം പറയാം. ആഴ്ച പോയിട്ട് അഭിനയിച്ചല്ല, ആഴ്ച പോയിട്ട് അതുകൂടെ ജീവിക്കാം. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷം. നമ്മൾ ഒന്നിച്ച് കണക്കായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ദൈവം. കോൺഫറൻസിൽ വന്ന 200 പേര് എന്നറിയോ? അവിടെ പഠിക്കുന്ന കുട്ടികളിൽ 2 പേര് MBBS
വൈലൻസ് ചെയ്യുന്ന കുട്ടികളാണ്. എവിടെയാ പോണ്ടിച്ചേരി പഠിക്കുമ്പോൾ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഒരു നാരായൺ എനിക്ക് ഒരു വണ്ടിയൊക്കെ ഓടിച്ചു വന്നു. ആ നാരായൺ എഞ്ചിൻ വൈലൻസ് രജിസ്റ്റർ ചെയ്യുന്നയാളാണ്. അങ്ങനെ എപ്പോഴും മിടുക്കരായ കുഞ്ഞുങ്ങളെ ആരും ഒരുമില്ലാത്തവരെ, സ്നേഹമില്ലാത്തവരെ തിരുവനന്തപുരത്തിങ്ങനെ മാറോടത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് വലിയ വിശ്വപൗരന്മാരാക്കി യേശുവിന്റെ സ്നേഹം കൊടുക്കുന്നതാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. അടുത്തത് ബഹുമാനപ്പെട്ട ബി.സി. ചാക്കോ സാർ നമുക്ക് ഫെലിസിറ്റേഷൻസ്. അഭിനന്ദനായ അഭിനന്ദനായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ എന്താണ് നാംസ്, അത് നിങ്ങൾക്ക് മനസ്സിലായി. നാംസ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് അല്ലേ? അതായത് നമ്മൾ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ, മിഷണറിമാരാകാൻ, അപ്പോസ്തലന്മാരാകാൻ. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ സഭയുടെ മിഷണറിമാരായിട്ട് പോകണം, അപ്പോസ്തലന്മാരായിട്ട് പോകണം. അതിന് നിങ്ങളെ പരിശീലിപ്പിക്കാനാണ് ഈ ക്യാമ്പുകൾ നടത്തുന്നത്. എന്താണ് നിങ്ങളുടെ ദൗത്യമെന്ന് ഈ നാംസിന്റെ സ്ഥാപകനായ നമ്മുടെ ഏറ്റവും അഭിമന്യനായ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങള് അതിന്റെ ചെറിയ പ്രതീകങ്ങളായിട്ട് നിങ്ങൾ പോകണം. തിരുമേനി സ്നേഹത്തിന്റെ പ്രവാചകനാണ്, സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്, നീതിയുടെ പ്രവാചകനാണ്. അപ്പൊ ഈ സ്നേഹവും നീതിയും നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും മറ്റുള്ളവർക്ക് വെളിച്ചമായി കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ക്യാമ്പ് വിജയിക്കുന്നുള്ളൂ. അപ്പോൾ തിരുമേനി ആരായിരുന്നു എന്നാണ് പറയുന്നത്? സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, നീതിയുടെ പ്രവാചകൻ. അപ്പം അദ്ദേഹത്തിന്റെ രണ്ട് ക്വാളിഫിക്കേഷൻ: ഒന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, രണ്ട് നീതിയുടെ പ്രവാചകൻ. എന്താ സ്നേഹം? സ്നേഹം സ്നേഹിക്കപ്പെടുന്നതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നത്. അമ്മയ്ക്ക് മക്കളെ സ്നേഹമാണ്. അമ്മ നമുക്ക് വേണ്ടി ഉറങ്ങാതെ ഉണ്ണാതെ എന്തെല്ലാം ത്യാഗമാണ് സഹിക്കുന്നത്. അപ്പൊ നിങ്ങളിവിടെ പഠിച്ചിട്ട് പോകേണ്ടത് എന്താണ്? സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സുഖം ഉപേക്ഷിക്കൽ. അതാണ് സ്നേഹം. അല്ലാതെ ഇതിങ്ങനെ മനസ്സിൽ ചുമ്മാതെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ അമ്മയെ സഹായിക്കും, അമ്മയെ ദുഃഖിപ്പിക്കില്ല. അപ്പനെ സ്നേഹിക്കുന്ന മക്കൾ അപ്പനെ സന്തോഷിപ്പിക്കും. അപ്പന് വേണ്ടി അപ്പന്റെ അടുത്ത് ഒരിക്കലും മനപ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ നാം ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മള് നമ്മുടെ സുഖം ഉപേക്ഷിക്കുക. അതാണ് സ്നേഹം. അമ്മയുടെ സ്നേഹം നിങ്ങൾക്കറിയാം, അപ്പന്റെ സ്നേഹം നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ സ്നേഹം നമുക്കറിയാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശുമരണം ഏറ്റുവാങ്ങിയ ദൈവം നമുക്ക് വേണ്ടി. അതാ സ്നേഹം.
സ്നേഹിക്കപ്പെടുന്നതിന് വേണ്ടി ജീവൻ പോലും കൊടുക്കുന്നതാണ് സ്നേഹം. അപ്പൊ നിങ്ങൾ ഈ നാംസ് പഠിച്ചു നാംസിന്റെ ക്യാമ്പിൽ പോകുമ്പോഴേ സ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരാണ്. അതായത് ചെറിയ ചെറിയ ബഹുമാനപ്പെട്ട അഭ്യുദയനായ നമ്മുടെ റംബാസൻ പറഞ്ഞു, എന്താണ് സമൂഹ ജീവിതത്തിൽ ഇതിൽ ഏറ്റവും നല്ല ആളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മാറി നിൽക്കുന്ന, അതാണ് ഉന്നത വ്യക്തിത്വത്തിന്റെ കുലീന കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ ലക്ഷണമത. അല്ലാതെ എനിക്ക് ഞാന് എന്റെ സ്വാർത്ഥത, അവൻ കൊള്ളരുതാത്തവനാണ്, അവൾ കൊള്ളരുതാത്തവളാണ്. ആ കൊള്ളരുതായ്മ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നന്മയിലേക്ക്, സ്നേഹത്തിലേക്കുള്ളൊരു മാറ്റം ഇവിടെ ഉണ്ടാവണം. അതാണ് തിരുമേനി ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, നിങ്ങളും സ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരാകണം എന്ന് ആഗ്രഹിക്കുന്നു. കൊച്ചു കൊച്ചു അപ്പോസ്തലന്മാരാണ്. പിന്നെ നീതിയുടെ പ്രവാചകനാണ് അദ്ദേഹം. എന്താണ് നീതി? മക്കൾ എപ്പോൾ കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരിയൊക്കെ നീതി വേണം. നീതി എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടത് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് അവകാശമുള്ളത് അവർക്ക് കൊടുക്കുന്നത് നീതിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അവകാശം പിടിച്ചു വെക്കരുത്. വിശക്കുന്നവൻ ആഹാരത്തിന് അവകാശമുണ്ട്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് നീതിയാണ്. നഗ്നന് വസ്ത്രത്തിന് അവകാശമുണ്ട്. നഗ്നന് വസ്ത്രം കൊടുക്കുന്നത് നീതിയാണ്. രോഗിക്ക് ശുശ്രൂഷയ്ക്ക് അവകാശമുണ്ട്. രോഗിയെ ശുശ്രൂഷിക്കുന്നത് നീതിയാണ്. ഇതൊക്കെ കർത്താവ് നമ്മളെ നീതി പഠിപ്പിച്ചതാണ്. 6 കാര്യങ്ങളാണ്. വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് കുടിക്കാൻ, നഗ്നന് വസ്ത്രം, രോഗിക്ക് ശുശ്രൂഷ. ഈ ഒരു നീതിബോധം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് റംബാസൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ ഒത്തിരി ആളുകൾ വിശക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അവരോടൊരു പ്രതിബദ്ധത, അവരോടൊരു സ്നേഹം, അവരോടൊരു കരുണ, ഒരു കരുതൽ, അതാണ് ക്രിസ്തീയ സംസ്കാരം. അതാണ് നാംസിൽ കിട്ടേണ്ടത്. ഇവിടെ നിന്ന് നിങ്ങളുടെ വെളിച്ചം അതാണ്. നിങ്ങളുടെ വെളിച്ചം സ്നേഹത്തിന്റെ വെളിച്ചം, നീതിയുടെ വെളിച്ചം. സ്നേഹം ഞാൻ പറഞ്ഞു, സ്നേഹം സ്നേഹിക്കപ്പെടുന്നതിനു വേണ്ടി സുഖം ഉപേക്ഷിക്കലാണ് സ്നേഹം. നീതി മറ്റുള്ളവരുടെ അവകാശം. വിശക്കുന്നവന് ആഹാരത്തിന്റെ അവകാശം അവൻ കൊടുക്കണം. രോഗിക്ക് ശുശ്രൂഷ കൊടുക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ പുതിയ മനുഷ്യരായിട്ട് വീട്ടിൽ പോകണം. നല്ല വെളിച്ചമുള്ള, നീതിയുടെ വെളിച്ചം, സ്നേഹത്തിന്റെ വെളിച്ചമുള്ള അപ്പോസ്തലന്മാരായി, കുട്ടി അപ്പോസ്തലന്മാരായിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം, ചെല്ലണം. അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം, പഠിക്കാൻ പോയ ആളല്ല തിരിച്ചു വന്നപ്പോൾ ആള് വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടണം. തീർച്ചയായും ഇതൊരു വലിയ സൗഭാഗ്യത്തിന്റെ ക്യാമ്പാണ്. നമ്മുടെ സഭയിലെ വിവിധ ഇടവകയിലെ ഒരേ പ്രായക്കാരായ കുഞ്ഞുങ്ങളുമായിട്ട് 4-5 ദിവസം ഒരുമിച്ച് കഴിയാൻ അവസരം കിട്ടിയത് ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ അവസരം ശരിയായിട്ട് വിനിയോഗിക്കണം. ഈ അവസരം നമുക്ക് ആ സ്നേഹം പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കണം. അങ്ങനെ ഈ നാംസിന്റെ ക്യാമ്പ്, ജൂനിയർ നാംസിന്റെ ക്യാമ്പ് വളരെ വിജയപ്രദമായി, അനുഗ്രഹപ്രദമായി, പ്രയോജനപ്രദമായി തീരട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകും. ഇവിടുത്തെ സ്റ്റൈലൊക്കെ ഒന്ന് കാണണമെങ്കിൽ ആഹാരം കഴിച്ച പ്ലേറ്റുകൾ അവരവർ കഴുകി വെച്ചിട്ട് പോവുക, കൂട്ടുകാരന് ഒന്ന് വിളമ്പി കൊടുക്കുക, നമുക്ക് അവസാനം മതി ഉള്ളത് പങ്കുവെക്കുക. എന്ത് ലളിതമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു മുറി പോലും ഒരാള് പോലും ഒരു ലൈറ്റ് ആവശ്യമില്ലാതെ ഇട്ടിട്ട് പോകാതിരിക്കുക. ആശ്രമത്തിലെ നിയമങ്ങളാണ് ഇതെല്ലാം പാലിക്കുന്നത്. നമ്മുടെ കോൺഫറൻസ് ആവശ്യത്തിലധികം വെള്ളം ചെലവാക്കാതിരിക്കുക, ഒരു പുതിയ ജീവിതശൈലി, ഒരു വലിയ ശിക്ഷണബോധം, ഇതുമായിട്ട് തിരിച്ചു പോകണം. അതാണ് വാസ്തവത്തിൽ ഈ കോൺഫറൻസിന്റെ ലക്ഷ്യം. ഇനി ഒരു നമ്മുടെ ട്രെയിൻ
താമസിച്ചുകൂടുക 5 മിനിറ്റ് നമ്മൾ കൃത്യസമയത്തായിട്ടുണ്ടാകുന്നത്. ഇനി ഒരു ഫെലിസിറ്റേഷനും കൂടിയാണ്. അത് തരുന്നത് 2 പ്രാവശ്യം അദ്ദേഹത്തോട് വഴക്ക് പറഞ്ഞു പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണെന്ന്. എന്നാലും ഒരു വലിയ മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകട്ടെ. ഈ ഒരു വിശാലമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബാലഭവൻ പണിയുന്നതിന് നമ്മുടെ തിരുമേനിയച്ഛന്, നമ്മുടെ വെപ്പാസന്മാർക്ക് ഈ സ്ഥലം കൊടുത്ത ഒരു മഹാശയൻ, ഒരു വലിയ മഹാമനസ്കൻ അദ്ദേഹമാണ് ഈ വലിയൊരു തുടക്കം കുറിച്ചത്. അദ്ദേഹം ശ്രീ എബ്രഹാം കെ കുളിത്താച്ചിൽ, കെ ജെ കുളിത്താച്ചിൽ, അദ്ദേഹത്തെ സാദരം ഫെലിസിറ്റേഷൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ കൊച്ചിറമ്പാച്ചൻ, ഷോപ്പർ സാറ്, ഫൈനാൻസിലെ മെമ്പേഴ്സ്, എല്ലാ ജോലി ഫൈനാൻസിലെ കുട്ടികളെ, ഞാൻ തികച്ചും ആത്മസന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കുര്യൻ സാർ പറഞ്ഞ പോലെ ഞാനേത് വലിയ കാര്യം ചെയ്തൊന്നുമല്ല. തമ്പുരാൻ തന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഒരംശം ഞാൻ ദൈവത്തിന് തിരിച്ചു കൊടുത്തെന്ന് മാത്രം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു കൂട്ടം തന്നെയായിരുന്നു. ദൈവം നല്ല ഭാര്യയെ തന്നു, കുട്ടികളെ തന്നു, അവരെല്ലാം നല്ല നിലയിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ തമ്പുരാൻ തിരിച്ചു വിളിച്ചു. തമ്പുരാന് എൻ്റെ ഭാര്യയെ കൊണ്ട് സ്വർഗത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ ആ ഒരു യോഗം എന്നിലും എൻ്റെ കുട്ടികളിലും വളരെ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഞങ്ങളുടെ ജീവിത വീക്ഷണത്തിന് തന്നെ മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, എല്ലാവരും ചോദിക്കും ജയിക്കാൻ തന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്. എനിക്ക് യാതൊരു മനപ്രയാസവുമില്ല. എൻ്റെ പള്ളിയുടെ അടുത്ത് കുറച്ച് മുമ്പനുണ്ട്. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, പ്രകാശം വരുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. അന്നന്ന് കിട്ടിയ നന്മകളെ എടുക്കാനായിട്ട് ഓർത്ത് സ്തുതിച്ചുകൊണ്ട് കിടക്കും. പിറ്റേ ദിവസം എഴുന്നേൽപ്പിക്കണം, ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെയൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനും നിരാശയില്ല, ഒന്നിനും പരിഭവമില്ല, ഇനിയും വെട്ടിപ്പിടിക്കണമെന്നില്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും പ്രതീക്ഷയുമുണ്ട്. ഞാനും കൊച്ചിറമ്പാച്ചനും അന്ന് അച്ഛനാണ്. ഞങ്ങളവിടെ ഇരുന്ന് പല കാര്യങ്ങളും സ്വപ്നം കാണുമ്പോൾ ഇവിടെ സമീപത്തുള്ള ആൾക്കാരൊന്ന് എത്തി നോക്കിയിട്ട് പോലും ഇങ്ങോട്ട് കയറിയാണെങ്കിൽ പിടി കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അതെല്ലാം മാറി. ഫൈനാൻസിലെ മെമ്പേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. വെറും മണ്ണ് നിരത്തിയിരുന്ന സ്ഥലത്ത് ആദ്യത്തെ മീറ്റിംഗ് നടത്തി. ഇത് ദൈവനേക്ക് 3ാമത്തെ ക്യാമ്പാണ്. കൂടുതൽ ആൾക്കാർ വരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ കൊച്ചിറമ്പാച്ചൻ എന്തെല്ലാം ചേഞ്ചസ് ഇവിടെ പറ്റി. ആദ്യം വന്ന സമയത്ത് കുടിക്കാൻ നല്ല വെള്ളമില്ലായിരുന്നു, ഇരിക്കാൻ കസേരയില്ലായിരുന്നു, കിടക്കാൻ നല്ല ബുദ്ധിയില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. എല്ലാം കൊണ്ടും നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് വരും. പക്ഷേ അതിനകത്തുള്ള ഒരു കൊച്ചു ദുഃഖം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുമേനിയപ്പച്ചൻ്റെ വിഷനോട് ഇത് ഉണ്ടായിട്ടാണ്. അത് രാപകലില്ലാതെ ഇന്ത്യ മുഴുവൻ ഇന്ത്യക്ക് പുറത്ത് ഓടി നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തിരുത്തറമ്പാച്ചന് അസുഖമായിട്ട് സ്വല്പം ഇരിപ്പായി പോയി. ആ ദൗത്യം തമ്പുരാൻ നമ്മുടെ കൊച്ചിറമ്പാച്ചനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ എല്ലാത്തിനും യോഗ്യനായ ആളിനെ തന്നെയാണ് തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ എല്ലാം തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അതായത് നമുക്ക് വളരെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. നിങ്ങൾ തന്നെ നോക്കേണ്ടി അറിയാമല്ലോ, നമ്മുടെ തിരുത്തറമ്പാച്ചൻ അമേരിക്കയിൽ ചെന്നപ്പം ഒരു വിശ്വാസി ഓഫർ ചെയ്താണ് ചാപ്പലിൻ്റെ മുകളിലൊരു ലൈബ്രറിയുടെ ഹോളുണ്ടാക്കാവും, പൈസ കൊടുക്കണം. ദൈവമുണ്ട് നമ്മളതിൻ്റെ സ്ഥാപിച്ച് കഴിഞ്ഞു. ബാക്കിയുടെ തീരാനുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർക്ക്
ദൈവകാര്യത്തിന് കൊടുക്കുന്ന ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നമുക്ക് നമ്മുടെ ഈ പാലഗ്രാം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കെട്ടിടത്തിൻ്റെ പണികളൊക്കെ തീർന്നാലേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ദിവസവും പാലഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗിയായിട്ടിരിക്കുന്ന വലിയ റമ്പാറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കൊച്ചു റമ്പാറ്റിന് ഇന്ത്യ മുഴുവനും കൂടി നടന്ന് ഈ കാര്യം നടത്താനുള്ള കഴിവും ആരോഗ്യം കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഈ ബാലഗ്രാമിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടണം. ഒരിക്കലും ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. തിരുമേനിയെപ്പറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഷെയർ യുവർ ബ്ലെസ്സിങ്സ് വിത്ത് അതേഴ്സ്. ദൈവം കൊണ്ട് നിങ്ങൾക്കെല്ലാം വയറിനുള്ള ആഹാരം കിട്ടുന്നുണ്ട്, നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട്, ഇല്ലാത്തൊരു പലരുമുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവർ കാണും. അവരെ ആരെയും നിങ്ങളൊരു വിധത്തിലും വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വ്യക്തികൾ അവരുമായിട്ട് പങ്കിടാനുള്ള ഒരു നല്ല മനസ്സിൽ വരണം. അങ്ങനെ ഇന്നലെ നാളെ നിങ്ങൾ ഫൈനാൻസിന് മെമ്പറേഴ്സായിട്ട് മാറേണ്ടവരാണ്. ലോകം മുഴുവൻ നിങ്ങൾ പോകേണ്ടവരാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ചെറുപ്പക്കാരെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. ചിലരെല്ലാം സഭയോട് വളരെ അടുത്ത് നിൽക്കുന്നവരുണ്ട്, ചില സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. നിങ്ങളൊരിക്കലും സഭയിൽ നിന്ന് മാറിപ്പോകുന്നവരോ സഭയുടെ വിശ്വാസം തള്ളിപ്പറയുന്നവരാകാതെ സത്യക്രിസ്ത്യാനിയായിട്ട് നല്ലൊരു ഉത്തമ പൗരനായിട്ട് നിൽക്കാനായിട്ടുള്ള സ്വഭാവ വിരുദ്ധം നിങ്ങളുണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിഷയം വേണം. എൻ്റെ സഭ എന്തായിരിക്കണം, എൻ്റെ സഭയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുൻപായിട്ട് പ്രാർത്ഥിക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി.